എവിടെ നമ്മ ചക്ക കിട്ടിയ? പൊന്നമ്മ ചേച്ചി കൊണ്ട് തന്നടാ. പിന്നെ വണ്ടി എടുക്കാൻ പോകുന്നില്ലേ? വണ്ടി എടുക്കാൻ പോകണം, പക്ഷെ 2 പച്ചച്ചോളയെങ്കിലും തിന്നിട്ടേ പോകുന്നുള്ളൂ. ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ചക്കയല്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ചക്ക കറി വെക്കുന്നത് വന്നിട്ട് വയ്ക്കാം. പക്ഷേ 2 ചുളയെങ്കിലും തിന്നാതെ പോയാൽ ശരിയാവത്തില്ല. ഞാൻ വേണോ? എന്തായാലും ചക്ക കിട്ടി. ഈ ചക്ക ഇനി 2 ചുള തിന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. വണ്ടി എന്തായാലും അവിടെ തന്നെ ഇരിക്കുമല്ലോ. വണ്ടി നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുൻപേ 2 പച്ചച്ചോളയെങ്കിലും തിന്നിട്ട് പോകാം. എനിക്ക് പണ്ട് മുതലേ ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണ് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക. ഈ ചക്കയെക്കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൊച്ചുനാളിൽ ഞങ്ങളെ വീട്ടിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അതിനെ സിംഗപ്പൂർ പ്ലാവ് എന്നാണ് അച്ഛൻ പറയുന്നത്. അത് എന്ത് കാര്യത്തിലാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടും, പക്ഷേ സിംഗപ്പൂർ പ്ലാവ് എന്നാണ് പറയുന്നത്. അതെൻ്റെ ഒരു മൂത്തച്ഛൻ വീട്ടിൽ ഒരു പ്ലാന്ത് കൊണ്ട് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതൊരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. ഈ 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട 2 പ്രാവശ്യമാണ്. എങ്ങും ചക്ക ഇല്ലാതെ നിൽക്കുന്ന സമയമുണ്ടല്ലോ, അതായത് ചക്കയെല്ലാം പിടിച്ച് തുടങ്ങുന്ന സമയം, എല്ലാ പ്ലാവുകളിലും കള വന്ന് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൽ ചക്ക കാണും. അത് ഇഷ്ടം പോലെ ചക്ക കാണും, പ്ലാവ് നിറയെ പിടിക്കും. ആ ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിമാടൻ ചക്കയാണ്. നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ടൊക്കത്തില്ല, ഉരുട്ടിയെ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അതുപോലെ ചക്ക പിടിക്കും. പിന്നെ എല്ലായിടത്തും ചക്ക കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളെ പ്ലാവിൽ ചക്ക കാണും. അങ്ങനെ ഒരു വർഷം 2 പ്രാവശ്യം ഞങ്ങൾ ഈ പ്ലാവ് കായ്ക്കും. സത്യം പറഞ്ഞാൽ ആ പ്ലാവ് ഞങ്ങളുടെ ഇല്ലായ്മ ഘട്ടത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ളൊരു പ്ലാവാണ്. അന്ന് എൻ്റെ കൊച്ചുനാളിൽ ഏകദേശം ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഒരു ചക്ക 35-40 വർഷം കേട്ടോ. അപ്പോൾ അന്ന് ഒരു ചക്ക ഞങ്ങൾ 40 രൂപയ്ക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഈ 40 രൂപ കൊടുത്താൽ അന്ന് നല്ല രീതിയിൽ ഒരാഴ്ച നമുക്ക് കഴിയാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന ഒരു പ്ലാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ ഈ ചക്കയുടെ സമയമായി കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പൊതുവെ തടി വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളിന്ന് വീട്ടിൽ കാപ്പിയൊന്നും രാവിലെ ഉണ്ടാക്കുന്ന പതിവൊന്നുമില്ല, പഴങ്കഞ്ഞിയാണ്. അപ്പോൾ ഈ പഴങ്കഞ്ഞിക്ക് ചക്കയും ചോറും പിന്നെ ഈ തൈരും കൂടെ ചേർത്ത്, തൈരും മുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കും. അത് തന്നെയാണ് സ്ഥിരം കുടിക്കുന്നത്. ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ഇതാണ് ഉള്ളത്. അപ്പോഴിത് കുടിക്കുമ്പോഴത്തേനും തടി വയ്ക്കാത്തവർ പോലും തടി വയ്ക്കും. പിന്നെ എൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ തടി വയ്ക്കുന്ന ശരീരമാണ്. പിന്നെ പറയും വേണ്ട, നല്ല തടി വയ്ക്കും. അങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, ചക്ക, പുളിശ്ശേരി. ഈ 3 സാധനങ്ങൾ ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഈ 10 മാസം വരെയും ഞാൻ ഈ ചോറും ചക്കയും പുളിശ്ശേരിയും തന്നെയായിരുന്നു കഴിക്കുന്നത്. അതാരെങ്കിലുമൊക്കെ എനിക്ക് ചക്ക കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇത്രയും നാൾ കഴിച്ചിട്ടും എനിക്ക് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വെറുപ്പും തോന്നിയിട്ടേ ഇല്ലെന്നുള്ളത്. പക്ഷേ വേറെ ഒരാഹാരവും കഴിക്കാനൊക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കുറേ ചക്കച്ചോള അകത്താക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോഴ്സിൽ ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം. ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, ഇനി വേറൊരു വിശേഷമായിട്ട് നാളെ കാണാം.